സങ്കല്പ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇവിടെ ജോർജിന്റെ വീട്ടിൽ കെട്ടി വന്നോളൂ. ഈ കൊച്ചി എറിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. നമ്മള് നോക്കി നിന്നിട്ട് എന്താ കാര്യം? നമുക്ക് അവളോട് ചോദിക്കാന്നേ. ചോദിക്കാൻ നിൽക്കട്ടെ. ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അവളുടെ അടുത്ത് വെള്ളത്തിൽ ചാടി ആകെ പ്രശ്നമാവും. ജോർജേട്ടനെ വിളിച്ചിട്ടുണ്ട്, ആളിപ്പോ എത്തും. ജോർജേട്ടൻ വന്നു. എന്താ മോളെ നിനക്ക് പറ്റിയ? മോളെ എന്താ പറ്റിയത്? അറിയാതെ മോളെ, അറിയാതെ മോളെ, എന്നതാ ജോർജ് എന്റെ മോൾക്ക് പറ്റിയത്? എനിക്കൊന്നും അറിയാൻ മേല തോമസേ. ഞാൻ തോട്ടത്തിൽ പാലെടുക്കാൻ പോയായിരുന്നു. അപ്പോഴാണ് അവിടെ നേരെ വിളിച്ചു പറഞ്ഞേ. ജോർജെ, അമ്മയില്ലാതെ വളർത്തിക്കൊണ്ടുവന്നതാ ഞാൻ ഇവളെ. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എന്നതാണോ ഇതിന് മാത്രം ഫോട്ടോ എടുക്കാൻ? ജോർജെ, ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടുപോവാ. ക്രിസ്റ്റി, ക്രിസ്റ്റി, ഞാനിവിടെ ഉണ്ട്. ഓ, മോൾക്ക് എന്താ പറ്റിയത്? ഇനിയെങ്കിലും സത്യം പറ. വല്ല ബുദ്ധിമോശം കാണിക്കാനാണോ നീ ആ പുഴക്കരയിലേക്ക് പോയത്? ലിജോയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലിജോയ്ക്ക് ഇപ്പൊ എന്നോട് എന്തിനും ഏതിനും വഴക്കിടണം. എന്റെ നടപ്പ് ശരിയല്ല, ഇരിപ്പ് ശരിയല്ല, വസ്ത്രധാരണ ശരിയല്ല, കല്യാണത്തിന് മുമ്പുള്ള സൗന്ദര്യം ഇപ്പോഴില്ല, അങ്ങനെ 100 കൂട്ടം പരാതികളാ. ഓ, അപ്പൊ അതാണ് പ്രശ്നം. മോൾ അങ്ങോട്ടൊന്ന് മാറിയിരുന്നേ. അല്ല മോളെ, നീ കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണ് നടന്നിരുന്നതെന്ന് എനിക്കറിയാം. ഇപ്പം നിന്റെ കോലെന്താടി? ഒരു കുട്ടിയായപ്പോഴേക്കും ഇങ്ങനെ മാറും ആളുകള്. നോക്കൂ അപ്പ, എന്നെ കളിയാക്കാനോ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവേ. ചൂടാകാതെ മോളെ, പപ്പ ഒരു തമാശ പറഞ്ഞല്ലേ. മോനെ, അല്ലൂട്ടാ, മോനെ. ലിജോയെ വിവരം അറിയിച്ചിട്ടില്ല. അവനിതറിയുമ്പോൾ എന്താകുമോ എന്തോ. അല്ല, അവൾ വല്ലതും പറഞ്ഞോ? എന്തോ സൗന്ദര്യ പ്രശ്നമാണെന്ന് തോന്നുന്നു. നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കാരണമായി. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അച്ഛൻ, എന്താ തോമസേ കേൾക്കുന്നത്? വാട്സപ്പ് മുഴുവൻ ഇവിടുത്തെ പെണ്ണാണല്ലോ. എന്തു സംഭവിച്ചു? അച്ഛാ, നമുക്ക് അവളോടൊന്ന് സംസാരിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഒരു കൊച്ചുമായി. ഇനി കല്യാണത്തിന് മുൻപുള്ളതുപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല അച്ചോ. സോഫി പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചായ എടുക്കും. ശരി അച്ഛാ. ക്രിസ്റ്റി ഇപ്പൊ സിനിമയൊക്കെ കാണാറുണ്ടോ?
കല്യാണത്തിന് മുൻപ് കാണുമായിരുന്നു. ഇപ്പം ഇല്ല അച്ഛോ. അതായത് കല്യാണശേഷം ക്രിസ്റ്റി ടോട്ടലി മാറി. ഇനിയിപ്പോൾ ആരെ കാണിക്കാനോ അച്ഛോ? കല്യാണ സമയത്തുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പം ലിജോയ്ക്കുമില്ല. അതിന് കാരണം ക്രിസ്റ്റി തന്നെയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഹൂ ഡിസൈഡ്സ് ദി എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൺസ് ഡ്രീംസ്? ഈ ചോദ്യം ഞാൻ ക്രിസ്റ്റിയോട് ചോദിക്കട്ടെ. ക്രിസ്റ്റിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നൊരു ചിന്തയാണ് മനസ്സിലുള്ളത്, ശരിയല്ലേ? എന്നാൽ ഞാൻ പറയുന്നു, വിവാഹത്തോടെ പുതിയൊരു ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ. ദൈവം തന്ന സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അച്ഛാ, ചായ റെഡി ആയിട്ടുണ്ട്. ശരി, ഞാനങ്ങ് വന്നേക്കാം. ഓ. ഇനി നീ തിരിച്ചു പോകുമ്പോൾ പുതിയൊരാളായിരിക്കണം, മനസ്സിലായോ? ശരി. കുടിക്ക്. മമ്മി, മിടുക്കിയായിട്ടുണ്ട്. മമ്മി നമുക്ക് പോവാം. പോകാം. സെമിനാരിയിലെ പഠനകാലം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് തത്വശാസ്ത്ര പഠനകാലം. അന്ന് ഞങ്ങൾക്ക് ബ്യൂട്ടി എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മാണിക്കത്തച്ഛനാണ്. ബ്യൂട്ടിയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ് ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തിലൂടെ പ്രകടമാകുന്നത് എന്ന് പറയുമായിരുന്നു. പ്രകൃതിയുടെ സൗന്ദര്യത്തിലൂടെ, സസ്യലതാദികളിലൂടെ, അതിൻ്റെ സൗന്ദര്യത്തിലൂടെ, മനുഷ്യൻ്റെ സൗന്ദര്യത്തിലൂടെ ദൈവത്തിൻ്റെ തന്നെ സൗന്ദര്യമാണ് പ്രകടമാകുന്നത് എന്ന് അദ്ദേഹം ബോധ്യത്തോടെ പഠിപ്പിച്ച കാലം. എൻ്റെ പ്രിയ സഹോദരരെ, സൗന്ദര്യം, ആരോഗ്യം ഇവയൊക്കെ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അതിനാൽ തന്നെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് വളർത്തേണ്ടതാണ്. ഒരു കുടുംബനാഥൻ്റെ പരാതിയിലേക്ക് ഞാൻ വരികയാണ്. ആ കുടുംബനാഥൻ തൻ്റെ ആരോഗ്യത്തിൽ, സൗന്ദര്യത്തിൽ ഒക്കെ ശ്രദ്ധിക്കുന്നയാളാണ്. പ്രായം 60 കടന്നെങ്കിലും അദ്ദേഹം എപ്പോഴും നല്ല വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാറുള്ളൂ. വൃത്തിയും വെടിപ്പുമുള്ള ആളാണ്. സൗന്ദര്യത്തിലും ആരോഗ്യത്തിലുമൊക്കെ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നയാളാണ്. ഈ കുടുംബനാഥൻ്റെ പരിഭവം തൻ്റെ ഭാര്യ ഇക്കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. കുടുംബനാഥൻ പറയുന്നു, അച്ഛോ, ഞാൻ ഇവളെ കൊണ്ട് പൊറുതിമുട്ടി, കാരണം വൃത്തിയായും വെടിപ്പായും നടക്കുന്നില്ല, നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നില്ല,
ഞാൻ ഈ കുടുംബനാഥയോട് ചോദിച്ചു, ഭർത്താവ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ സ്ത്രീ പറഞ്ഞു, ഉണ്ടച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ആയില്ലേ അച്ഛാ, ഇനിയിപ്പോൾ എന്നാ സൗന്ദര്യം നോക്കാനാ, ഇനിയും എന്നാത്തിനാ ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു ഭർത്താവ് അയാൾക്ക് എത്ര പ്രായമായാലും തൻ്റെ ഭാര്യ അവസാന ശ്വാസം വരെ തൻ്റെ കൂടെയുള്ള കാലം അത്രയും സുന്ദരിയായിരിക്കണമെന്ന്, ആരോഗ്യവതിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമാണ് മനുഷ്യന് ആരോഗ്യം നൽകിയെങ്കിൽ, സൗന്ദര്യം നൽകിയെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത് പരിപാലിക്കപ്പെടേണ്ടതാണ്. സൗന്ദര്യം തീർച്ചയായും പരിപാലിപ്പിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നുള്ള വിചാരം മനസ്സിൽ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ദാനമാണ് സൗന്ദര്യമെങ്കിൽ, ആരോഗ്യമെങ്കിൽ അത് പരിപാലിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ പടം വരയ്ക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ മനോഹരമായൊരു ചിത്രം വരച്ചു എന്ന് വിചാരിക്കുക. ആ ചിത്രം നിങ്ങൾ വരച്ചപ്പോൾ എല്ലാ കാലത്തും അത് ഭംഗിയായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ലേ? അല്ലെങ്കിൽ മറ്റൊരു രൂപം നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങളുണ്ടാക്കിയ ആരുടെയെങ്കിലും ആ ഒരു രൂപം എന്നും ഭംഗിയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അത് വൃത്തിഹീനമാകണമെന്ന് ആഗ്രഹിക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ, നന്നായി ഭംഗിയായി അവനെ മെനഞ്ഞെങ്കിൽ, ഞാൻ പറയും ആ ദൈവം എന്നും ആഗ്രഹിക്കുന്നു മനുഷ്യൻ തൻ്റെ സൗന്ദര്യം, ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്ന്. ഈ കുടുംബനാഥൻ്റെ ആഗ്രഹം തീർച്ചയായും ന്യായം തന്നെയാണ്. എൻ്റെ ഭാര്യ എന്നും എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നടക്കാൻ എന്നും ഇടയാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ നടക്കുമ്പോൾ, എൻ്റെ കൂടെ ചരിക്കുമ്പോൾ വൃത്തിയോടെ, മെനയോടെ, അവളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ആയിരിക്കണം. ഞാനിത് പറയുമ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നും ഇങ്ങനെ മിനുങ്ങി നടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന സൗന്ദര്യം സാധാരണ രീതിയിലൊക്കെ കാത്തു പരിപാലിക്കാൻ സാധിക്കണം. വൃത്തിയായ വസ്ത്രധാരണം പ്രധാനപ്പെട്ടതാണ്. ചില കുടുംബനാഥന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ചോ ഇവിടെ മുഖത്തേക്ക് നോക്കിയാൽ, ഇവളുടെ വസ്ത്രധാരണ രീതി കണ്ടാൽ സ്നേഹിക്കാൻ തോന്നിയല്ല. ശരിയല്ലേ? ചിലരുടെ വസ്ത്രധാരണ രീതി കണ്ടാൽ, ചിലരുടെ പെരുമാറ്റം കണ്ടാൽ സ്നേഹിക്കാൻ തോന്നിയല്ല. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു അവിടുന്ന് നൽകിയ സൗന്ദര്യവും ആരോഗ്യവും എന്നും പരിപാലിക്കണമെന്ന്. അതുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ, എല്ലാ മനുഷ്യരും തങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും പരിപാലിക്കണം. എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട് യുവജനങ്ങളോട് പറയാനുള്ളത്, ദൈവം ഈ പ്രകൃതിക്കും ഈ പ്രപഞ്ചത്തിന് മുഴുവനും, പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൻ്റെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും സൗന്ദര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ചൂഷണം ചെയ്യാൻ പാടില്ല. നല്ല ഒരു പൂ കാണുമ്പോൾ നന്നായിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്രഷ്ടാവിനെ ഞാൻ അതുവഴി സ്തുതിക്കുക. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഉൾപ്പെടെ എല്ലാറ്റിനെയും കണ്ടിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയാൻ പറ്റണ്ടേ? അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം. അത് തെറ്റല്ല, തിന്മയല്ല. ദൈവം തന്നെ അത് ചെയ്തതല്ലേ? എല്ലാം സൃഷ്ടിച്ചിട്ട് എന്നാ പറഞ്ഞേ? നന്നായിരിക്കുന്നു. അതാ അപ്രീസിയേഷൻ. നന്നായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ചെയ്ത അതേ കാര്യം ഇന്ന് മനുഷ്യന് ചെയ്യാം. ഒരു യുവാവിനെ കാണുമ്പോൾ, ഒരു യുവതിയെ കാണുമ്പോൾ തീർച്ചയായും നന്നായിരിക്കുന്നു എന്ന് പറയാൻ പറ്റണം. പക്ഷെ അവിടെ ഒരു ചൂഷണം പാടില്ല. അവിടെ തിന്മ കടന്നു വരാൻ പാടില്ല. ഒരു സ്ത്രീയുടെ, പുരുഷൻ്റെ സൗന്ദര്യം ദൈവദാനമാണെങ്കിൽ അത് തീർച്ചയായും ഏറ്റുപറയേണ്ടതാ,
അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരങ്ങളെ ഏറ്റുപറയേണ്ടതാ. അതാ അപ്രിസിയേഷൻ. ചിലർ ഈ ഭക്തി കൂടി എവിടെ എന്ത് കണ്ടാലും നോക്കിയാലും പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് കണ്ണുകൾ നൽകിയെങ്കിൽ തീർച്ചയായിട്ടും കാണാനുള്ളതാണ്. പക്ഷേ നമ്മുടെ നോട്ടത്തിൽ പിശകുണ്ടാകാൻ പാടില്ല. നോട്ടത്തിൽ പിശകുണ്ടാകാൻ പാടില്ല. ഇത് പറയുമ്പോൾ ആദി മാതാപിതാക്കളുടെ തിന്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആ തോട്ടം കണ്ടതുകൊണ്ടോ തോട്ടത്തിലെ പഴം കണ്ടതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എവിടെയാ പാപം വന്നത്? ഇത് പറിച്ച് തിന്നണം, അവിടെയാ പാപം വന്നത്. അതുകൊണ്ട് സൗന്ദര്യം നമ്മളെ ഏറ്റുപറയാനുള്ളതാ. ആ സൗന്ദര്യത്തെ രൂപീകരിച്ച് സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കാനുള്ളതാ. അപ്രിസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാ. ഇന്ന് യുവജനങ്ങളൊക്കെ ശീലിക്കേണ്ടത് അത്തരത്തിലാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരിലുള്ള ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റണം. അതിനെ നമുക്ക് തീർച്ചയായിട്ടും പരിപാലിക്കാൻ സാധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യാഭർത്താക്കന്മാർക്ക് തങ്ങളുടെ സൗന്ദര്യത്തെ, ആരോഗ്യത്തെ കാത്തുപരിപാലിക്കാൻ സാധിക്കണം. ചിലരുടെ അശ്രദ്ധ ആ സൗന്ദര്യത്തെ, ആരോഗ്യത്തെ തകർക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ സൗന്ദര്യത്തിന് ആധാരമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ആളുകൾ ആ വിവാഹ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം. ആരോഗ്യം കാത്തു സൂക്ഷിക്കാതെ വരുമ്പോൾ സൗന്ദര്യം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണക്രമം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ വ്യായാമം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ചിന്താരീതികൾ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഇടപെടുന്ന രംഗങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ചിന്ത വഷളാവുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രവൃത്തി ദോഷമുണ്ടാവും. അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം തങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണമെന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം അത് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം അത് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നു എന്നതിനപ്പുറത്ത് രോഗം വരാതെ നോക്കണ്ടേ? ആരോഗ്യം സംരക്ഷിച്ചു പോകണ്ടേ? അതിന് പ്രധാനപ്പെട്ടതാണ് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം. പണ്ട് നാളുകളിൽ നമ്മുടെ അമ്മമാർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പ്രായോഗിക ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. ഭക്ഷണത്തിൽ മക്കളുടെ ആരോഗ്യ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാം അവർ കൂട്ടിച്ചേർത്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ രണ്ട് തലവും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് തന്നിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ ആരോഗ്യ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാം കൂട്ടിച്ചേർത്ത് തന്നിരുന്നു. അത് വീട്ടിലെ തൊടിയിലുണ്ട്. അത് എളുപ്പമാണ് പാചകം ചെയ്യാൻ, അത് ഗുണകരമാണ്. ഈ അമ്മ ഇതെല്ലാം മനസ്സിലാക്കി വേണ്ടത് ചെയ്തിരുന്നു എന്നതാണ്. ഇന്ന് നമുക്കറിയാം, മക്കളുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമായി. പുറത്ത് ലഭിക്കുന്ന ഭക്ഷണം മാത്രമല്ല, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ അത്തരത്തിലായി. മാംസം കഴിക്കുന്നത്, മത്സ്യം കഴിക്കുന്നത് എല്ലാ ദിവസവും ആയിരുന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിലെ മിക്കവാറും ഞായറാഴ്ച മാത്രം മാംസം കഴിക്കുന്ന രീതിയായിരുന്നു. ഇന്ന് അമ്മമാരിത് സൂക്ഷിച്ചു വയ്ക്കുക ഫ്രിഡ്ജിനകത്ത്, മത്സ്യവും മാംസവും ഒക്കെ. പഴയ ആഹാരങ്ങൾ ചൂടാക്കി കൊടുക്കുന്ന രീതി ഉണ്ടാവുന്നു. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. മക്കൾക്ക് ഗുണകരമായ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ മക്കളുടെയും സൗന്ദര്യവും ആരോഗ്യവും പരിപാലിക്കപ്പെടേണ്ടതാണ്. അതിന് ഈ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി, സമീകൃത ആഹാരം കുഞ്ഞുങ്ങൾക്ക് പാചകം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതി, അത് മക്കൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശ്രദ്ധിക്കാം,
ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം. ആ ആരോഗ്യത്തെ, സൗന്ദര്യത്തെ പരിപാലിക്കാൻ സാധിക്കണം, അതിനെ വളർത്താൻ സാധിക്കണം. ഒപ്പം നമുക്ക് മറ്റുള്ളവരുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തയുണ്ടാവണം, വിചാരമുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റണം. ഇവിടെ പ്രധാനപ്പെട്ടതാണ് വിഷം നിറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങൾ മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് അപകടകരവും അത് മനസാക്ഷിക്ക് വിരുദ്ധവുമാണ് എന്നുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർ അത്തരം രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ദൈവം ഏറ്റവും അനുഗ്രഹപ്രദമായി മനുഷ്യർക്ക് കൊടുത്തതാണ് ആരോഗ്യം, സൗന്ദര്യം. പക്ഷേ ഈ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ തകർക്കുന്ന രീതിയിൽ തൻ്റെ സ്വാർത്ഥമോഹത്തിന് വേണ്ടി പണം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മായം കലർത്തിയ, വിഷം കലർത്തിയ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു എന്നത് കൊലപാതകമല്ലേ? കൊലപാതകത്തിന് തുല്യമല്ലേ? അങ്ങനെയുള്ള ആരെങ്കിലും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ പറ്റണം. ഞാനായിട്ട് ഇത്തരത്തിൽ മായം കലർന്ന ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യില്ല, അതിന് ഞാൻ പിന്തുണ നൽകുകയില്ല, അത്തരത്തിലുള്ള പച്ചക്കറി ഞാൻ വിൽക്കുകയില്ല. തീരുമാനമെടുക്കാൻ പറ്റണം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം ദൈവം ആഗ്രഹിക്കുന്നു ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യം, സൗന്ദര്യം എന്നും സംരക്ഷിക്കപ്പെടണമെന്ന്. ഇത്തരത്തിൽ മാതൃകാപരമായി ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അത്തരത്തിലുള്ള ചില വ്യക്തികളെയാണ്, കുടുംബത്തെയാണ്. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ അവരിലേക്ക് തിരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സോണി. ഞാൻ എറണാകുളത്ത് ഒരു IT കമ്പനി നടത്തുന്നു. ഞാനും രണ്ട് പേര് വേറെ രണ്ട് ആൾക്കാരുണ്ട്. ഒരു ഒന്നിച്ചാണ് നടത്തുന്നത്. തിങ്ബെറീസ് എന്നാണ് കമ്പനിയുടെ പേര്. എൻ്റെ വീട് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് മണ്ണുത്തിയിലാണ്, തൃശ്ശൂർ. എൻ്റെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 ചേട്ടന്മാരുണ്ട്. അപ്പൻ ഇവിടെ അടുത്ത് തന്നെ ഒരു റേഷൻ കട നടത്തുന്നു. അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ മണ്ണുത്തി ഇടവക സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽപ്പെട്ട ആളാണ്. പള്ളിയിൽ KCOM എന്ന് പറയുന്ന സംഘടനയിൽ സജീവമായ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. KCOM-നോടൊപ്പം തന്നെ സഭയിലെ മറ്റ് യുവജന സംഘടനകളിലെ അനേകം പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട്. കൂടാതെ ലോഫ് അതിരൂപതയുടെ കീഴിലുള്ള ലോഫ് എന്ന് പറയുന്ന സംഘടനയിലും അവരുടെ കാര്യങ്ങളിലും ഞാൻ പ്രവർത്തിച്ചു വരാറുണ്ട്. വിവാഹം കഴിഞ്ഞാലും സ്ത്രീയുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തമ്പുരാൻ തന്ന സൗന്ദര്യമാണ്, അത് നമ്മൾ അതുപോലെ തന്നെ കൊണ്ടു നടക്കണം. ജീവിതാവസാനം വരെ നമ്മൾ ആ സൗന്ദര്യത്തിൽ തന്നെ പോകണം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പുറത്തേക്ക് പോകുമ്പോഴായാലും അല്ലെങ്കിൽ അകത്തായാൽ തന്നെയും എപ്പോഴും വെൽ ആൻഡ് നീറ്റായിട്ട് ഇരിക്കണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. വിവാഹത്തിന് മുമ്പ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് നീളൻ മുടിയുള്ള വലിയ കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല. അതിനുപരി നല്ല ഭംഗിയായി വസ്ത്രം ധരിച്ച് നല്ല നീറ്റായിട്ട് നടക്കുന്ന, ഉള്ള സൗന്ദര്യം നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് വിവാഹത്തിന് ശേഷവും ഞാനത് എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്. എൻ്റെ ആഗ്രഹം ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടേലും പുറത്ത് പോകുമ്പോഴായാലും ഞാനത് അവളുടെ അടുത്ത് പറയാറുണ്ട്. ഒരുങ്ങണമെങ്കിൽ എൻ്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അതും കൊടുക്കാറുണ്ട്. 2 കുട്ടികളായി എന്ന് വിചാരിച്ചിട്ട് അതിലൊന്നൊരു കുറവ് വരുത്താനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. തമ്പുരാൻ തന്ന സൗന്ദര്യം അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് മരണം വരെ അത് തമ്പുരാനോടുള്ള നമ്മുടെ കടമ്പ തന്നെയാണ്. എൻ്റെ പേര് രൂപ. ഞാൻ വെബ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ആൾക്ക് 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇനി വർക്ക് ചെയ്യാം, കൊച്ചു വലുതായി കഴിയുമ്പോൾ വർക്ക് ചെയ്യാം. ഇപ്പോൾ വീട്ടു ജോലിക്ക് നോക്കി കൊച്ചുങ്ങളെ നോക്കിയിരിക്കുന്നു.
എന്ന് വെച്ച് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദൈവം തന്ന സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അതിപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിലും വീട്ടിലിരിക്കായാലും നമ്മൾ നീറ്റായിട്ട് ഒക്കെ നടക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പെട്ടെന്ന് ധൃതിയിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ കോലം കെട്ടി ഇറങ്ങുമ്പോൾ ഏട്ടൻ ചോദിക്കാറുണ്ട്, ഇത് എന്തൊരു കോല ശരിക്കും ഇറങ്ങും. അപ്പോൾ ഏട്ടൻ തന്നെ എനിക്ക് പിള്ളേരെ ഏട്ടൻ നോക്കിയിട്ട് എനിക്ക് സമയം തരാറുണ്ട് നന്നായി ഒരുങ്ങാനായിട്ട്. അതുപോലെ എൻ്റെ ഭർത്താവ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. നന്നായി നടക്കാനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എൻ്റെ ഭർത്താവും ഫുൾ സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് പ്രസവം കഴിയുമ്പോൾ സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പം ഇത്തിരി കുറയും. കുറച്ച് തടിയൊക്കെ വെച്ച് ഇത്തിരി സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഏട്ടൻ എപ്പോഴും എന്നെ എക്സസൈസ് ചെയ്യണം, പഴയ പോലെ തന്നെ ആവണം എന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു, മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണതെന്ന്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അവർ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനെയാണ് ആസ്വദിക്കേണ്ടത്, ഭർത്താവ് ഭാര്യയുടെ സൗന്ദര്യമാണ് ആസ്വദിക്കേണ്ടത്, അല്ലാതെ മറ്റ് അല്ല. ഇന്നത്തെ തലമുറയ്ക്ക് മറ്റു പലരുടെയും സൗന്ദര്യങ്ങൾക്ക് പുറകെയാണ് ഇന്നത്തെ തലമുറ പോണത്. അത് ശരിയായ രീതിയല്ല. ഭാര്യയാണ് ഭർത്താവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ട ആളും ഭർത്താവാണ് ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ട ആളും. എൻ്റെ വീട്ടിൽ എൻ്റെ ഡാഡി, മമ്മി, ചേട്ടൻ, ഞാൻ അടങ്ങുന്നതാണ് ഫാമിലി. എൻ്റെ മമ്മി ചെറുപ്പം തൊട്ടേ, ഞാനൊരൊറ്റ മോളാണ്, അപ്പോൾ ചെറുപ്പം തൊട്ടേ നല്ല നീറ്റായിട്ട് ഒക്കെ നടക്കാൻ തന്നെയാണ് മമ്മി പറയാറ്. നീറ്റായിട്ട് പുറത്തിറങ്ങുമ്പോഴും എപ്പോഴും നീറ്റായി വസ്ത്രം ധരിച്ചിട്ടൊക്കെ ഇറങ്ങാറുള്ളൂ. അത് മമ്മി എനിക്ക് തന്നു, ഞാനതുപോലെ തന്നെ തുടരണു. ഞാൻ എൻ്റെ മക്കൾക്കും അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കണത്. അവരെ നീറ്റായിട്ട് തന്നെയാണ് ഞാൻ പുറത്തേക്കൊക്കെ ഇറക്കണത്. അതുപോലെ ദൈവം തന്ന സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മഹനീയ ദാനങ്ങളാണ് ഞങ്ങളുടെ ആരോഗ്യമെന്ന് സൗന്ദര്യമെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അവിടുന്ന് നൽകിയത് ഈ സൗന്ദര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യം അങ്ങയുടെ സൗന്ദര്യം തന്നെയാണ്. ഞങ്ങളത് ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും എന്നും പരിപാലിക്കാൻ സാധിക്കണം, ഒപ്പം മറ്റുള്ളവരുടെ. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ, അശ്രദ്ധകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യവും സൗന്ദര്യവും പരിപാലിക്കുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.